ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനു അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ. അപ്പം കുറേ പേര് ചോദിച്ചായിരുന്നു, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു സർപ്രൈസ് ഉണ്ട്, നാട്ടിൽ വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് കേട്ടോ. എന്താണെന്നറിയോ സർപ്രൈസ്? എന്താ മനു സർപ്രൈസ്? മാമ വരുന്നുണ്ട്, എൻ്റെ ആങ്ങളെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ ആങ്ങളെ 4 വർഷത്തിന് ശേഷം കാണുവാണ്. ഇതേണ്ട ഞങ്ങൾ വരുന്ന വഴിയിലാണെങ്കിൽ ഫ്ലവറൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ച് കേട്ടോ. നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. വീട്ടിൽ ആർക്കും അറിയത്തില്ല കേട്ടോ, ഉമ്മാക്കും അറിയത്തില്ല, വാപ്പാക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അപ്പോഴാണെങ്കിൽ സർപ്രൈസായിട്ട് ഞാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ സർപ്രൈസായിട്ട് 1 മാസത്തെ ലീവിന് വരുവാണ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 3:30 മണിയായപ്പോൾ ഇറങ്ങില്ലേ ശരി? 3:30 ആയപ്പോൾ ഇറങ്ങി കേട്ടോ. അബ്ദുള്ളയുടെ കിടത്തി ഇറക്കി കേട്ടോ. അബ്ദുള്ളയോട് പറഞ്ഞ് നമുക്ക് വേറെ അടുത്തൊരു പോകണം പറഞ്ഞ് അബ്ദുള്ള അടുത്തെല്ലാം കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്നെല്ലാം കള്ളം പറഞ്ഞ് ഇറങ്ങിയതാ. അങ്ങനെ വേണ്ട ഫ്ലവറും എല്ലാം വാങ്ങിച്ച് നമ്മൾ ഇപ്പോഴാണ് എയർപോർട്ടിലെത്തി. ഇപ്പൊ എത്ര മണിയായി ശവി? 7:30 കേട്ടോ. 8:30 മണിയാകുമ്പോൾ അവന് പുറത്തിറങ്ങും. അങ്ങനെ ഞങ്ങള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇൻട്രോ ഒക്കെ ഇപ്പോഴും എടുക്കുന്നത് കേട്ടോ. കാരണം ഞങ്ങൾ രാവിലെ വണ്ടിയിൽ ഇതാ തലേണയൊക്കെ ബാക്ക് ചെയ്തിരിക്കും കേട്ടോ. വണ്ടി കിടന്ന് ഉറക്കമായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് മേക്കപ്പാലായിട്ട് ടച്ചപ്പ് ചെയ്ത് റെഡിയായത്. അപ്പൊ നമുക്ക് എയർപോർട്ടിലോട്ട് പോവാം. ആങ്ങളെ കണ്ടേ, എന്റെ ആങ്ങളെ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇതായിരുന്നു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ പോവാം. ഒരുപാട് തവണ ബഹ്റൈനിൽ പോവുകയും വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുന്നത് കേട്ടോ. ഞാൻ വന്നിട്ടേ ഇല്ല. അങ്ങനെ നാദർഷ എടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് വരുവാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. ഇതുവരെ ആളെത്തിയിട്ടില്ല. 8:30 മണിക്ക് അപ്പുറത്ത് ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടുണ്ട്. അമാനും എല്ലാം ഭയങ്കര വെയിറ്റിങ്ങില്ല അല്ലേ അമാനു? വേണ്ട നല്ല ആളുണ്ട്. അങ്ങനെ നാദർഷായി വെയിറ്റ് ചെയ്ത് കുറേ നേരമായി കേട്ടോ. അങ്ങനെ ആ ടൈമിൽ അവൻ നമ്മളെ വിളിച്ചു, നിങ്ങളവിടെ എത്തിയെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഞങ്ങളിത് കുറേ നേരമായി നിന്നെ വെയിറ്റ് ചെയ്ത്, എന്താ പുറത്ത് വരാത്ത പറഞ്ഞു. ഞങ്ങൾ എമിഗ്രേഷനിലാണെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ ഷെഫിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. ഞങ്ങൾ പൂവും ഒക്കെ പിടിച്ചിങ്ങനെ വെയിറ്റ് ചെയ്യും കേട്ടോ. ആ ടൈമിൽ ഞാൻ എൻ്റെ 1-2 സബ്സ്ക്രൈബർ അവിടെ വെച്ച് കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ആങ്ങളെ വരുന്നത് ഞാൻ അവരോടും പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഹാപ്പിയായി അവരെ കണ്ടപ്പോൾ. ഞാൻ മറ്റേ അവിടുത്തെ അങ്ങനെ ലഗേജൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ പുറത്തിറങ്ങി കാറിലോട്ട് ലഗേജൊക്കെ വെക്കാൻ പോവാണ് കേട്ടോ. അവനാണെങ്കിൽ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. കാരണം കണക്റ്റഡ് ഫ്ലൈൻ ആയിരുന്നേ. അപ്പം ഫുഡൊന്നും നന്നായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവന് ഫുഡ് വെജ് മതിയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് നോക്കണം. അപ്പം ലഗേജൊക്കെ നമ്മൾ വണ്ടിയുടെ ബാക്കിൽ വെച്ചിട്ട് അങ്ങനെ അവനുമായിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ് കേട്ടോ. ഇതായിരുന്നു ഞാൻ പറഞ്ഞ സർപ്രൈസ്. അപ്പോൾ എൻ്റെ ആങ്ങളെ കാണാത്തവരെല്ലാം ആങ്ങളെ കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ആര്യാസിൽ വന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് അവന് പിന്നെ മസാല ദോശ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് മസാല ദോശയും ഞാൻ പൂരിയും ഷെഫി ദോശയും ഇഡലിയൊക്കെ ആയിരുന്നു വാങ്ങിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയിലോട്ട് വീണ്ടും തിരിച്ച് പോകാൻ കേട്ടോ. എറണാകുളം എന്ന് പറയുമ്പോൾ നല്ല ദൂരമുണ്ട് കേട്ടോ. ഒരു 4.5 മണിക്കൂറെങ്കിലും കാണും. ആദ്യം അങ്ങോട്ട് പോയപ്പം അധികം ട്രാഫിക് ഇല്ലായിരുന്നു കേട്ടോ. രാത്രിയിലായതുകൊണ്ട് പെട്ടെന്ന് വിട്ടുപോകാൻ പറ്റും. അങ്ങനെ വഴിയരിയിലാണെങ്കിൽ റംബൂട്ടാൻ നിൽക്കുന്നുണ്ടപ്പം അവനിക്ക് റംബൂട്ടാൻ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ റംബൂട്ടാൻ വാങ്ങിച്ച് വണ്ടിയിലിരുന്ന് കുറച്ച് റംബൂട്ടാനൊക്കെ കഴിച്ച്, ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസൺ ആണല്ലോ. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെയും പോവാണ് കേട്ടോ. വണ്ടിയൊന്നും അങ്ങോട്ട് മൂവ് ആവുന്നില്ല. പിന്നെ മഴയും ഉണ്ടായിരുന്നു. പിന്നെ വെള്ളിയാഴ്ചയും കൂടെ ആണല്ലോ. അപ്പോൾ ജുമയ്ക്ക് എവിടെയെങ്കിലും പള്ളിയിൽ ഇറങ്ങാമെന്നുള്ള ഇതിൽ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ അവരിടയ്ക്ക് വെച്ച് പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി പോയിട്ടു. കാരണം നമസ്കരിക്കാൻ ഒരു പള്ളിയിൽ പോയ സമയത്ത് ഞാൻ പിന്നെ വണ്ടിയിൽ ഒറ്റയ്ക്ക് ഇരുന്നു. അതിന് ശേഷം അവർ വന്നതിന് ശേഷം പിന്നെ ഒരു 1:30-2 മണിയൊക്കെ അടുപ്പിച്ചായി കേട്ടോ. നല്ല ലേറ്റായി പോയിട്ട് വന്നപ്പോൾ. അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ പിന്നെ ഉച്ചയൂണിന് കയറി കേട്ടോ. ഉമ്മയോട് പറഞ്ഞില്ല ഉച്ചയൂണിന് ഞങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഉച്ചയൂണിന് കഴിക്കാൻ നമ്മളൊരു തറവാട് പോലത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ എല്ലാം വന്നപ്പോഴത്തേനും നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു ആംബിയൻസിൽ അവനവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കുറേ ദിവസമായില്ല. നല്ല നമുക്ക് നാട്ടിൽ വരുമ്പോൾ നാട്ടിലെ ഒരു ചോറും കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ശരിക്കും ഇപ്പോഴും ഉമ്മായ്ക്കും വാപ്പാക്കും ഒന്നും അറിയത്തില്ല കേട്ടോ ഞങ്ങൾ എന്തിനാണ് എറണാകുളത്ത് വന്നതെന്ന് കേട്ടോ. ഞങ്ങൾ പറഞ്ഞ സ്റ്റോറി എന്താണെന്നറിയാമോ?
ഞാൻ ആദർശം ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കുട്ടിക്കുള്ള അതായത് അവൻ്റെ മോക്കുള്ള ഗോൾഡ് കൊടുത്തു വിടുന്നുണ്ട്. അത് വാങ്ങാൻ പോവുകയാണെന്നുള്ള പേരിൽ കള്ളം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അങ്ങനെ ഉമ്മായ്ക്കും വാപ്പായ്ക്കും ഒക്കെ കൊടുത്ത ഫാത്തിമയ്ക്കൊക്കെ കൊടുത്ത സർപ്രൈസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കാരണം വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ബോറടിപ്പിക്കുന്ന മോശമല്ലേ. അതുകൊണ്ട് ഞാൻ ഒരു ഫസ്റ്റ് പാർട്ടാണ് ഇട്ടിരിക്കുന്നത്, സെക്കൻഡ് പാർട്ടിലല്ല. വാപ്പ ശരിക്കും ഞെട്ടി കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫസ്റ്റ് വിശേഷങ്ങൾ. അപ്പം എല്ലാവരുടെയും കമൻറ്റൊക്കെ അറിയിക്കണം കേട്ടോ, ആങ്ങളെ കണ്ടതിൽ.